ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മളെ യൂണിറ്റ് 9 ആണ്. ഷട്ട് ഇൻ ഷട്ട് ഔട്ട് പാർട്ട് 3. അപ്പോൾ ഷട്ട് ഇൻ ഷട്ട് ഔട്ട് ആണ്, പാർട്ട് 3 ആണ്. ആസ് ഐ വാക്ക് അപ്പ് ആൻഡ് open road that ran beside a reverse beam, I met a tramp in sorry rags and pitied him. കവി പറയുന്നത് എന്താണ്? കവി ആരെ മെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ പോയത്തിലൂടെ നമുക്ക് പറയുന്നത്. ഒരു ട്രാമ്പിനെ കുറിച്ചാണ്. ട്രാമ്പ് മീൻസ് ആരാ? ട്രാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാടോടി, ഒരാൾക്ക് വീടും ഒന്നുമില്ലാത്ത ഇങ്ങനെ അലഞ്ഞ് നിരിഞ്ഞ് നടക്കുന്നവരെയാണ് എന്ത് പറയുന്നത്? ട്രാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ഒരു ട്രാമ്പിനെ മെറ്റ് ചെയ്യുന്നു. ആ ട്രാമ്പിനെ കുറിച്ച് പറയുന്നതാണ് ഈ പോയം. ആസ് ഐ വാക്ക്ഡ് അപ്പ് ഓൺ എ ഓപ്പൺ റോഡ്, ഞാനിങ്ങനെ എവിടെയാണ്? ഒരു റോഡിലൂടെ, ഓപ്പൺ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ദാറ്റ് റാൻ ബിസൈഡ് എ റിവേഴ്സ് ബിൻ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടക്കുന്ന സൈഡിൽ കൂടെ എന്തൊഴുകുന്നുണ്ട്? റിവേഴ്സ് മീൻസ് എന്താണ്? പുഴകൾ എങ്ങനെ ഒഴുകുന്നുണ്ട്. ആൻഡ് ഐ മെറ്റ് എ ട്രാമ്പ് ഇൻ സോറി റാഗ്സ്. ഞാൻ ആരെ കണ്ടുമുട്ടി? ഒരു ട്രാമ്പിനെ കണ്ട്. ആരാണ് ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ? പോയറ്റാണ്. പോയറ്റ് ആരെ കണ്ടുമുട്ടുന്നു? ട്രാമ്പ്. TRAMP. ട്രാമ്പ് മീൻസ് എന്താണെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ആരും ഇല്ലാത്ത ഒരു അനാഥ ആയിട്ടുള്ള, അവരിങ്ങനെ നടക്കുമല്ലോ. ഇവർ ഓരോ ഭാഗത്തു നിന്നും വേറൊരു ഭാഗത്ത് നടക്കും. അവർക്കാണെങ്കിൽ നീറ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അവർ കീറിയ എന്താണ് ഡ്രസ്സുകളൊക്കെ ആയിരിക്കും. സോറി റാഗ്സ് ആൻഡ് പിറ്റീഡ് ഹിം. ഐ മെറ്റ് എ ട്രാമ്പ് ഇൻ സോറി റാഗ്സ്. മനസ്സിലായോ? എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര കീറിയായിട്ട് അതാണ് ഡ്രസ്സൊക്കെ ഇട്ട്. ആൻഡ് പിറ്റീഡ് ഹിം. പിറ്റി മീൻസ് എന്താ? പിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ദയ തോന്നി. അയാളെ കണ്ടപ്പോൾ എന്ത് തോന്നി? ദയ തോന്നി. ഐ പിറ്റീഡ് നോട്ട് ഈസ് സോറി റാഗ്സ്, ഹിസ് ഷാബി ബൂട്ട്സ് ഈസ് ബ്രോക്കൺ ഹാറ്റ്. അയാളെ കണ്ടപ്പോഴല്ല എനിക്ക് സഹതാപം തോന്നിയത്, പിന്നെ എന്താ കണ്ടിട്ടാണ്? ഐ പിറ്റീഡ് നോട്ട് ഈസ് സോറി റാഗ്സ്. റാഗ്സ് കണ്ടിട്ട് പിന്നെന്താണ്? ഹിസ് ഷാബി ബൂട്ട്സ്. ഹിസ് ഷാബി ബൂട്ട്സ് എന്താണ്? വൃത്തികേടായിട്ടുള്ള ചെരുപ്പ് അല്ലേ. ബൂട്ട്സ് പറഞ്ഞാൽ നമ്മളെന്താണ് പറയുക? ഷൂ. ഹിസ് ബ്രോക്കൺ ഹാറ്റ്. തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്, അതാണെങ്കിൽ എന്താണ്? ബ്രോക്കൺ ചെയ്തിട്ടുണ്ട്, അത് പൊട്ടിയിട്ടുണ്ട്. ആൻഡ് ഈസ് ഡൾ ആംഗ്രി ഫ്രോണിങ് ഫേസ്. ബട്ട് ഈസ് ഡൾ ആംഗ്രി. ഡൾ ആയിട്ടുള്ള, ഒരു ഉന്മേഷമൊന്നുമില്ലാത്ത, ആംഗ്രി ആയിട്ടുള്ള, ദേഷ്യത്തോടു കൂടിയുള്ള ഫ്രോണിങ് ഫേസ് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് പുരികയൊക്കെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു സൈസാവും അല്ലേ, പുരിയം പൊന്തിക്കൊക്കെ ചെയ്യില്ലേ, അതിനെയാണ് ഫ്രോണിങ് എന്ന് പറയാം. മനസ്സിലായി? ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിലവർക്ക് ദേഷ്യം വന്നാലും എന്താവും? ഫ്രോണിങ് ഫേസ് ആവാറുണ്ട്. ആൻഡ് ഐ പിറ്റീഡ് ദാറ്റ്. അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് അയാളോട് സഹതാപം തോന്നിയത്. എന്ത് കണ്ടിട്ടാണ് അയാളുടെ സഹതാപം തോന്നിയതെന്ന് പറഞ്ഞാൽ അയാളുടെ ഷാബി ബൂട്ട്സും ബ്രോക്കൺ ഹാറ്റും അതേപോലെയുള്ള ഡൾ ആംഗ്രി ഫ്രോണിങ് ഫേസ്, അതെല്ലാം കണ്ടപ്പോൾ പോയിറ്റിന് അയാളോട് എന്ത് തോന്നുന്നു? സഹതാപം തോന്നുന്നു. ബൈ ഹിം ദ ഷൈലാർക്ക് വാസ് നോട്ട് ഹേർഡ്. നമ്മളൊക്കെ ഇങ്ങനെ പുഴയുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മളങ്ങനെ എന്താണ് ചിരിച്ച് സന്തോഷത്തോടുകൂടി അവിടെ എന്തൊക്കെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പുഴയുടെ തീരത്തുകൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ ആസ്വദിക്കാറല്ലേ. പക്ഷേ ഇയാളാണ് ഈ ട്രാമ്പ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് നാച്ചുറലായി നടക്കുന്ന ഒരു സംഭവങ്ങളും അയാൾക്ക് എന്തല്ല ഒരു ബാധകവുമല്ല. ഒന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നില്ല, അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബൈ ഹിം ദ സ്കൈലാർക്ക് വാസ് നോട്ട് ഹേർഡ്. അയാളിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ സ്കൈലാർക്കിൻ്റെ പാട്ട് പോലും അയാൾ കേൾക്കുന്നില്ല. വാനമ്പാടിയുടെ പാട്ട് പോലും കേൾക്കുന്നില്ല. ഫോർ ഹിം ദ റിവേഴ്സ് ഡിഡ് നോട്ട് റൺ. അയാളിൻ്റെ അവസരത്തിൽ പറയുകയാണെങ്കിൽ അയാളിനെ സംബന്ധിച്ച് ആ സൈഡിലൂടെ പുഴ ഒഴുകുന്നത് പോലും അയാൾ അറിയുന്നില്ല. ഐ തിങ്ക് ഹി ഡിഡ് നോട്ട് ഈവൻ ഫീൽ ദ മോർണിംഗ് സൺ. ഞാൻ വിചാരിക്കുകയാണ് അയാളെ കാണുമ്പോൾ ഈ രാവിലെ ഉദിക്കുന്ന സൂര്യനെ പോലും അയാൾ എന്ത് ചെയ്യില്ല? സൂര്യൻ്റെ ചൂടോ സൂര്യൻ്റെ രാവിലെയുള്ള എന്താണെന്ന മനോഹാരിതയൊന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല? ആസ്വദിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല.
അയാളെ കാണുമ്പോൾ അയാൾ എപ്പോഴും ഒരു ഗാഢമായ ആംഗ്രി ഫേസ് ആയിട്ട് അയാൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? പലതും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അയാൾ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല എന്നാണ് നമുക്ക് പോയിറ്റ് അയാളെ പറ്റി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. A homeless man is sad to see. Homeless man, homeless means എന്താണ്? വീടില്ലാത്ത ആളിനെയാണ് നമ്മൾ എന്ത് പറയാ? Homeless man is sad to see, but sadder for a man so hard. A homeless man is sad to see. Homeless man ഇല്ലാത്ത ആൾ നമുക്ക് എന്താണ് കാണാൻ നമ്മൾക്ക് എന്താണ്? സങ്കടമാണ്. പക്ഷേ sadder for a man so hard, പക്ഷേ കഠിന ഹൃദയമായിട്ടുള്ള ആൾ എന്തായിരിക്കും? ഒരുപാട് സാഡർ ആയിരിക്കും. മനസ്സിലായോ? That from all beauty, kindness, love, his soul is barred. He is from all beauty. ഈ മനോഹാരിതകൾ അയാളിനെ സംബന്ധിച്ച് ഈ ലോകത്ത് അയാൾക്ക് എന്തില്ല? ഒന്നും തന്നെ സന്തോഷമായിട്ട് പറയാൻ ഒന്നും തന്നെ ഇല്ല. ഭൂമിക്ക് എന്തില്ല? മനോഹാരിതയില്ല. അയാളുടെ മനസ്സിലാണെങ്കിൽ കൈൻഡ്നെസ് ഇല്ല. കൈൻഡ്നെസ്സോ ലവോ ഇതൊന്നും അയാളുടെ മനസ്സിലില്ല. പിന്നെന്താണ്? ഹി സോൾ ഈസ് ബാർൻ. ബാർൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ മനസ്സെന്താണ്? ഒന്നുമില്ലാത്ത, എന്താണെന്ന് പറഞ്ഞാൽ ഈ നന്മകളോ ഇതൊന്നും ഇല്ലാത്ത ഒരു ബാർൻ ആണ്. മീൻസ് ഒന്നുമില്ലാത്ത, നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ തന്നെ നല്ലതുമില്ല ചീത്തയുമില്ല, അങ്ങനത്തെ ഉള്ളൊരു ഹൃദയം. അയാൾ എന്തോ എപ്പോഴും ആംഗ്രി ഫേസ് ആയിട്ടും എന്തോ ചിന്തയിലാണ്ടിട്ടുമാണ് ഇരിക്കുന്നത്. അയാൾ ഈ ഭൂമിയുടെ മനോഹാരിതകളൊന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല? ആസ്വദിക്കുന്നില്ല. അതേമാതിരി മൃദുവികാരങ്ങളും ഒരു വികാരവും ഇല്ലാത്ത ആളായിട്ട് മാറുന്നു. And shut in by sin and self, the soul is promised in a dungeon deep. എന്താണ്? ഷട്ട് ഇൻ ബൈ സിൻ ആൻഡ് സെൽഫ്. അയാൾ എന്ത് ചെയ്യുന്നു? എല്ലാം അയാളുടെ ഉള്ളിൽ തന്നെ ഒതുക്കിയിരിക്കുകയാണ്. മനസ്സിലായോ? ദ സോൾ, അയാൾക്ക് ഒരു ആത്മാവ്, അയാൾക്ക് ഒരു ആത്മാവുണ്ടെങ്കിൽ അയാൾക്ക് ആ മനസ്സിൽ തന്നെ അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാ പാവങ്ങളും അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒതുക്കിയിരിക്കുന്നു. ഈസ് പ്രോമിസ്ഡ് ഇൻ എ ഡെൻഷൻ ഡീപ്പ്. ഡെൻഷൻ പറഞ്ഞാൽ എന്താണ്? എല്ലാ വികാരങ്ങളെയും അയാൾ ഒരു ജയിലിൽ അടച്ച പോലെ അയാളെ സ്വന്തം ഹൃദയത്തിൽ തന്നെ അയാൾ എന്ത് ചെയ്യുന്നിരിക്കുന്നു? അടച്ചിരിക്കുന്നു. And he shut out from God and man dies in a sleep. And they shut out from God and man. എന്താണ്? മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും എല്ലാം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസനായിട്ട് അയാളുടെ എല്ലാ നല്ലതും ചീത്തയും അയാളിൽ തന്നെ എന്തിനു? ഷട്ട് ഔട്ട് ആക്കി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? എന്താണ്? നല്ലതാണെങ്കിൽ ഉള്ളിലേക്ക് കടക്കും വേണ്ട, ചീത്തയാണെങ്കിലും അയാളിൻ്റെ ഉള്ളിലുള്ള ചീത്ത അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം അയാളെ മനസ്സിനുള്ളിൽ തന്നെ വെക്കിയിരിക്കുന്നത്. ആ ഡൈസ് ഇൻ എ സ്ലീപ്പ്. എന്താണ്? അയാൾ എന്ത് ചെയ്യുന്നു? ഒടുവിൽ അയാൾ എന്താണ്? എല്ലാം ഉള്ളിലൊതുക്കി അയാൾ ഒരു വലിയ നിദ്രയിലേക്ക് ആണ്ട് പോകുന്നു. നിദ്രയിൽ വലിയ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ലീപ്പിന്റെ അർത്ഥം അയാൾ മരണം വരെയും അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നു. അതാണ് ഒരു ട്രാമ്പ്. ട്രാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. നമ്മളെന്താണെന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്നു, നമ്മളെല്ലാം ആസ്വദിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? നല്ലതും ചീത്തയും ഒന്നുമില്ലാതെ അയാൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അയാൾക്ക് ഒരു സന്തോഷവും ഒന്നുമില്ലാതെ അയാളുടെ നല്ലതും ചീത്തയും അയാളുടെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഷട്ട് ഔട്ട് ആക്കിയിട്ട് വെക്കുന്നു. ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയോ നല്ലതും ചീത്തയും ഒന്നും മറ്റുള്ളവർ ഷെയർ ചെയ്യുകയോ ചെയ്യാതെ അയാൾ മരണം വരെ എന്ത് ചെയ്യുന്നു? അയാളെല്ലാം ഉള്ളിലൊതുക്കി നടക്കുന്നു. ഇതാണ് ഈ ട്രാമ്പിനെ കുറിച്ച് നമ്മൾക്ക് ഈ കവിതയിലൂടെ കവി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ.